പിന്നെ ഇതൊരു സാധാരണ ഒരു മയക്കുമരുന്ന് കേസ്, ലഹരി ഉപയോഗിച്ച് മരിച്ചു എന്നുള്ളൊരു ചെറിയ ഒരു കേസാക്കി മാറ്റാനാണ് പൊതുവെ പോലീസ് ശ്രമിച്ചത്. ആ ഒരു കേസ് കൊലപാതകം തീർച്ചയായിട്ടും അറിയാം, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും അവരെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഏകദേശം 10 മണിക്കൂറത്തോളം ഉപദ്രവിച്ചിട്ട് അവൻ്റെ മേലെ ഈ കേസ് വെച്ച് കെട്ടിയതാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ബോധ്യം വന്നതാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച താനൂർ താമിർ ജിഫ്രി കസ്റ്റഡി കൊലപാതകത്തിൽ ഇപ്പോൾ 4 പോലീസ് ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ അവരുടെ വീടുകളിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ട താമിർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി ഇപ്പോൾ മീഡിയ അവനൊപ്പം ചേരുകയാണ്. ഏറെ വൈകിയാണെങ്കിലും ഒരു നീതി ലഭിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായും നമ്മൾ അനിയൻ്റെ മരണത്തിന് ശേഷം 8-9 മാസമായി. ഇപ്പോൾ അറസ്റ്റ് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് പല രീതിയിലും പല കോണിൽ നിന്നും, അതായത് വീട്ടിൽ നിന്നായാലും പുറത്തുനിന്നായാലും പല രീതിയിൽ നമ്മൾ ഈ ഉദ്യോഗസ്ഥരായാലും ചോദിച്ചാണ്. പക്ഷേ ഇത് ഒരു മറുപടി കിട്ടാത്തതുകൊണ്ട് വളരെ സങ്കടകരമായൊരു സമയമായിരുന്നു. പക്ഷെ എന്തായാലും ഇന്ന് അതിനൊരു അറുതി വന്നു. സന്തോഷമുണ്ട്. കാര്യങ്ങളൊക്കെ നല്ലപോലെ കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മൾ അനുകൂലമായിട്ട് വരുന്നുള്ളത് ഒരു സന്തോഷത്തിൽ. പിടിയിലായിരിക്കുന്ന താഴെത്തട്ടിലുള്ള CPMമാരായ പോലീസുകാരാണ്. പക്ഷേ അവർക്ക് നിർദ്ദേശം നൽകിയ ആളുകളുണ്ടാവാം, അവർക്ക് ചെയ്യണമെന്ന് പറയുന്നവർ. അപ്പോൾ ഉന്നതരായ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം പോകേണ്ടതില്ല. എന്തായാലും തീർച്ചയായിട്ടും CBI അവരെ രീതിയിൽ അന്വേഷിക്കട്ടെ. അതിൽ ഏത് രീതിയിലാണ് അനിയനെ കൊലപ്പെടുത്താൻ ശ്രമം ഉണ്ടായതെന്നും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നും അവർ കണ്ടെത്തേണ്ടതാണ്. അതിനിപ്പോൾ ഏത് ഉദ്യോഗസ്ഥരാണ്, മേലെയാണോ താഴെയാണോ എന്നല്ല, എല്ലാവരും അതിൽ ഉൾപ്പെട്ടിട്ട് എല്ലാവരും ഗൂഢാലോചന പങ്കുണ്ട എല്ലാവരും എല്ലാ വിഷയവും പുറത്തു വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം 4 ഉദ്യോഗസ്ഥർ അറസ്റ്റിലായ സ്ഥിതിക്ക് അവരിലേക്കും ഉന്നതരാണെങ്കിലും അവരിലേക്കും അന്വേഷണം എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. തീർച്ചയായും. കാരണം ഇതൊരു സ്ക്വാഡാണ്. ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിപ്പില്ലാതെ ഒരിക്കലും ഇത് ഇങ്ങനെ ചെയ്യൂല. പിന്നെ നമ്മളെ കേസിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് അറസ്റ്റ് കാര്യം കഴിഞ്ഞ ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന് കുറേ വെളിപ്പെടുത്തൽ, ഫോൺ കോളായാലും എന്താ പറയുക, മൊഴി ഷേപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് വരാം, ഇങ്ങോട്ട് ചെയ്യാം എന്നുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർ ഏതൊക്കെ രീതിയിൽ ഈ കേസുമായി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതെല്ലാം എന്തുകൊണ്ടാണ്, ഏതൊക്കെ രീതിയിലാണ് അവർ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് പുറത്ത് വരണം, നിർബന്ധമായും പുറത്ത് വരണം തന്നെയാണ്. പിന്നെ ഇതൊരു സാധാരണ ഒരു മയക്കുമരുന്ന് കേസ്, ലഹരി ഉപയോഗിച്ച് മരിച്ചു എന്നുള്ളൊരു ചെറിയ ഒരു കേസാക്കി മാറ്റാനാണ് പൊതുവെ പോലീസ് ശ്രമിച്ചത്. ആ ഒരു കേസ് കൊലപാതകം തീർച്ചയായിട്ടും അറിയാം, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും അവരെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഏകദേശം 10 മണിക്കൂറത്തോളം ഉപദ്രവിച്ചിട്ട് അവൻ്റെ മേലെ ഈ കേസ് വെച്ച് കെട്ടിയതാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ബോധ്യം വന്നതാണ്. അപ്പോൾ അതിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് തീർച്ചയായിട്ടും പുറത്തു തന്നെയാണ്. സാധാരണ ഒരു ലഹരി കേസാക്കി ഒതുക്കേണ്ടിയിരുന്നൊരു കേസാണ്. പക്ഷെ അത് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതിലൂടെ അത് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ. അനിയൻ മരിച്ച ഏകദേശം ഒരു ആഴ്ചത്തോളം നമ്മൾ അതിൻ്റെ സങ്കടത്തിൽ തന്നെ. ഒരാളും ഇത് ലഹരി കേസായിട്ടുള്ള പുറത്ത് പൊതുസമൂഹത്തും എല്ലായിടത്തും അറിയപ്പെട്ടിട്ടും ആ രീതിയിലായിരുന്നു എല്ലാവരും നമ്മളോട് ബന്ധപ്പെട്ടിരുന്നത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലർക്കും അതിന് ബോധ്യമായതിന് ശേഷമാണ് ഇതിലേക്ക് കുറേ ആൾക്കാർ സഹായം തേടിയിട്ടും ആ സമയത്തൊക്കെ വന്നത്. പക്ഷേ അതിന് ശേഷം മാക്സിമം പല നാട്ടുകാരായാലും എല്ലാവരും നമ്മളെ സഹായിച്ചു. അതിൻ്റെയും കൂടി ഒരു ഫലമാണ് ഇപ്പോൾ ഈ കേസ് ഈ നിലയിലെത്തിയത്. ആദ്യഘട്ടത്തിൽ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നുണ്ട്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടന്നിരുന്നു. പല ഘട്ടങ്ങളിലും പല രീതിയിലുള്ള കള്ളക്കടത്തുകളൊക്കെ അവർ ഉണ്ടാക്കുകയും ചെയ്തിരുന്നതായിട്ടുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഡെത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടൊക്കെ അതൊക്കെ എങ്ങനെയായിരുന്നു ആ ഘട്ടങ്ങളിൽ? ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പോഴും നമുക്ക് തൃപ്തരല്ല. കാരണം അതിൽ ഇപ്പോഴും എഴുതി വെച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഏതെങ്കിലും വഴി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചെന്നാണ്. അപ്പോൾ അതൊരു വ്യക്തമായിട്ടുള്ളൊരു റിപ്പോർട്ടല്ല. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് വിവരാവകാശം ഇതൊക്കെ കൊടുത്തു. പക്ഷെ അത് വക്കീൽ സംസാരിച്ചു, ഇപ്പോൾ അതിൽ ഇടപെടേണ്ട, നമുക്ക് കേസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം. മറ്റുള്ള രേഖകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക്. അപ്പോൾ അന്ന് തന്നെ ഓരോ ഘട്ടത്തിലും ഈ പോലീസിൻ്റെ ഇടപെടൽ പല രീതിയിലുണ്ട്. ഇപ്പോൾ റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു അഭ്യൂഹം പരന്നതായിട്ട് ആ സമയത്ത്. പക്ഷെ അതൊക്കെ ഞങ്ങളെ തളർത്താൻ വേണ്ടിയിട്ടാണ് അന്ന് ചെയ്തത്.
നമ്മളെ പേടിപ്പിച്ച് അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് അങ്ങനത്തെ ഒരു എവിടുന്നോ കിട്ടിയൊരു വാർത്തയാണ്, പുറത്ത് ഔദ്യോഗികമായിട്ട് ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ എന്തോ എവിടുന്നൊക്കെ വന്നു, പുറത്തെല്ലാം പരന്നു. അപ്പോൾ നമ്മളാകെ പേടിപ്പിച്ച് നിർത്തി ഈ ഒരു കേസിനെ വേറെ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ്. അതായത് അനിയെ അറസ്റ്റ് ചെയ്ത മുതൽ, അതായത് പിടിച്ചു കൊണ്ടുപോയ മുതൽ ഈ മരിച്ചു ഒരാഴ്ച വരെ ഏകദേശം ഈ കളി തന്നെ അവർ. ഇപ്പോൾ എന്താ രീതി, ഏതൊക്കെ രീതിയെ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവണില്ല. എന്തായാലും അവർ തുടരുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പോലീസ് ആദ്യഘട്ടത്തിൽ ഈ ഇടപെടലുകൾ എന്തെങ്കിലും കുടുംബത്തെയോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുന്ന എന്തെങ്കിലും നടപടികൾ പോലീസ് ഇല്ല. പോലീസിനായിട്ട് ഡയറക്റ്റായിട്ട് കോളോ അല്ലെങ്കിൽ ഒരു പോലീസുകാരും എന്നെ വിളിച്ചില്ല. ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ചില്ല. പക്ഷേ നമ്മളെ കുടുംബക്കാരുമായിട്ട് നമ്മുടെ ഫാമിലി ജിഫ്രി ആയതുകൊണ്ട് പൊതുവെ എല്ലാം അറിയാം. പക്ഷെ അവരുമായിട്ട് ആദ്യഘട്ടത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണെന്ന് പെട്ടെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ ആ സമയത്ത് തന്നെ അതുമായിട്ട് യാതൊരു അവരുമായിട്ട് ബന്ധപ്പെടൽ വേണ്ട എന്നുള്ളൊരു തീരുമാനം അന്നേ എടുത്തുകൊണ്ട് അത് അപ്പോൾ തന്നെ പിന്നെ അവരെ പറയാൻ തക്ക രീതിയിൽ അവർ സംസാരിച്ചില്ല. അതുപോലെ തന്നെ പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞു ഇപ്പോൾ താനൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തതെന്ന തരത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഈ ചേളാരി ഭാഗത്ത് നിന്ന് കസ്റ്റഡി എടുക്കുന്ന വീഡിയോ വന്നു, മാധ്യമങ്ങളത് പുറത്തുവിട്ടു. അതോടെ ഈ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ ഈ മാധ്യമങ്ങളുടെ ഇടപെടൽ ഒരുപക്ഷെ അവർക്ക് ഇത്തരത്തിൽ അവരുടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കി. തീർച്ചയായും. കാരണം മാധ്യമങ്ങളായാലും ഈ 12 പേരിൽ ഒരു അനിയനും ബാക്കി 11 പേരെ എനിക്ക് ഡയറക്റ്റായിട്ട് ഒരാളെ മാത്രമേ അതിൽ പരിചയമുള്ളൂ. ബാക്കിയുള്ള ആരും അറിയില്ല. ഈ ബാക്കിയുള്ള 7 പേരെയും അന്വേഷിച്ച് കണ്ടെത്തി ഓരോരുത്തർ അവരെ എന്താണ് സംഭവിച്ചെന്നുള്ള പുറം ലോകം അറിഞ്ഞത് അടിസ്ഥാനത്തിൽ പല രീതിയിൽ സംശയങ്ങളും അന്ന് തന്നെ മാറിയതാണ്. അതൊക്കെ മാധ്യമങ്ങളുടെ കാര്യം കൊണ്ടാണ് സാധിച്ചത്. അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് എന്നെക്കൊണ്ടോ അല്ലെങ്കിൽ ആരോ പോലീസൊന്നും ഒരിക്കലും അത് പുറത്ത് വിടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ജനങ്ങളത് കുറേ മനസ്സിലാക്കി എന്താണ് സംഭവിച്ചതെന്ന്. അതൊക്കെ മാധ്യമയുടെ ഇടപെടൽ കൃത്യമായിട്ട് അതിൽ നല്ല രീതിയിൽ തന്നെ ചെയ്ത് അതുകൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഏതായാലും ശുഭപ്രതീക്ഷയിലാണ്. ഇനിയിപ്പം ഇതുമായി ബന്ധപ്പെട്ട് മറ്റാരും ഉണ്ടെങ്കിലും അവരൊക്കെ കസ്റ്റഡിയിൽ എടുക്കാം അല്ലെങ്കിൽ അറസ്റ്റിലാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ. തീർച്ചയായും അങ്ങനെ കരുതാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. കാരണം CBI ഒന്നിലും ഒരു സമ്മർദ്ദത്തിലും വഴങ്ങൂല എന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പോൾ അവരിൽ നിന്ന് നമുക്ക് തോന്നിയിട്ടുള്ളതും. അപ്പോൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അതിനനുസരിച്ച് നീങ്ങാവുന്നതാണ്. മറ്റൊരു കാര്യം, ഇപ്പം ഈ ഇടിമുറികളിൽ മർദ്ദനമേൽക്കുന്ന സംഭവങ്ങളും കൊലപാതകങ്ങളും ഒക്കെ പല ഘട്ടങ്ങളിലും കേരളത്തിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തേച്ച് മാച്ച് കളഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള സംഭവം അതിന് സ്ട്രോങ് ആയതിൻ്റെ പിറകിൽ നിന്നാൽ നമുക്ക് നീതി ലഭിക്കും എന്നുള്ളൊരു സന്ദേശം കൂടിയല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. ഈ സമയത്ത് മരിച്ച് കബറടക്കി ശേഷം ഒരു വൈകിട്ട് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ തന്നെ പലരും വന്ന് ചോദിച്ചു, ഇതിന് മുന്നോട്ട് പോയാൽ പോലീസ് കേസ് പല ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഒന്നെങ്കിൽ കേസ് കൊണ്ട് പോയോ അല്ലെങ്കിൽ ഇതുമായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരാളൊന്നും അപ്പോൾ ഞാനും ഏട്ടനും കൂടി ഇരുന്ന് സംസാരിച്ചു. എന്തായാലും അനിയന്മേലെ കൈവച്ചത് എന്തിനാണ് അല്ലെങ്കിൽ ആരാണ്, അതിനൊരു മറുപടി നമുക്ക് കിട്ടണം. അല്ലാതെ ഇതൊരു ലഹരി കേസായിട്ട് തീരുമാനമാക്കുക അല്ലെങ്കിൽ അങ്ങനൊരു ഒഴിഞ്ഞു പോകാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണ് അന്ന് തന്നെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുന്നത്. അതായത് ഈ കേസിൽ ഇപ്പോൾ വൈകിയാണെങ്കിലും CBIയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഈ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുണ്ടെങ്കിൽ അവരിലേക്കെല്ലാം തന്നെ അന്വേഷണം നീങ്ങുകയും മറ്റു നിയമ നടപടികളും സ്വീകരിക്കണം എന്ന് തന്നെയാണ് താമിർ ജിഫ്രിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, തിരൂർ.